പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാനെൻ്റെ ജനിച്ചു വളർത്തപ്പെട്ട ദേശമായ അടൂരിൽ വന്നിരിക്കുകയാണ്. ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതിനായിട്ട് അടൂരിൽ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ രാവിലെയും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആത്മാവ് എന്നെ ഉണർത്തി. കർത്താവിനോടൊപ്പം വസിക്കുവാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യാവസ്ഥയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനോട് കൂടെ ജീവിക്കുന്നത് ഏറ്റവും വലിയ മഹത്വകരമായ അനുഭവമാണ്. അവനോടൊപ്പം ചേർന്ന് വസിക്കുക, അവനോട് പറ്റിയിരിക്കുക. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. എത്ര പേര് കർത്താവിനോട് പറ്റിയിരിക്കുന്നുണ്ട്? പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവിനോട് കൂടെ ചേർന്ന് വസിക്കുക. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഹല്ലേലൂയ. എനിക്ക് പറയാനേ ഉള്ളൂ, കർത്താവിനോട് ചേർന്ന് വസിക്കുക. എന്തെങ്കിലും ആരെങ്കിലും ഭാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്നെങ്കിൽ, ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ, വിഷാദിച്ചിരിക്കുന്നെങ്കിൽ, ഭാരത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ട് നഷ്ടബോധത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ദുഃഖത്തിൽ, പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിലോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിനുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ശാരീരികമായ രോഗാവസ്ഥയിലോ ടെൻഷൻ അടിച്ചിരിക്കുന്നവരോട് പറയാനേ ഉള്ളൂ, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. കർത്താവിൽ ആശ്രയിക്കുക. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം തരുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. ഏത് സങ്കടത്തിൽ നമ്മളെ സഹായിക്കുവാൻ. നമുക്കറിയാമല്ലോ, ലാസറിൻ്റെ ഭവനം എല്ലാം കൊണ്ടും വലിയ സങ്കടത്തിൽ ആകെക്കൂടി ഉണ്ടായിരുന്ന സഹോദരൻ ലാസർ നഷ്ടമായിപ്പോയി. മാർത്തയും മറിയയും അതീവ സങ്കടത്തിൽ, കണ്ണുനീരിൽ, ദുഃഖത്തിൽ. ഒരു കൂട്ടം ആൾക്കാർ കിടന്ന് വിലപിക്കുന്നു, വിലാപം ചൊല്ലുന്നു. 4 നാളുമായി നാറ്റം വെച്ച് ശരീരം. യേശു ആ ദേശത്തെങ്ങുമില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ കർത്താവിൻ്റെ ടൈമായപ്പോൾ കർത്താവ് കടന്നു വന്നു, ആ ദേശത്തേക്ക് വന്നു. ആ ദേശത്തേക്ക് വന്നപ്പോൾ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനമായ ബഥാനിയയിലെ ലാസറിൻ്റെ ഭവനം അവനൊരിക്കലും മറന്നില്ല. കർത്താവിന് വേണ്ടപ്പെട്ടതാണെങ്കിൽ ഈ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നൊരു ദൂതായത്, കർത്താവിന് നീ ഏറ്റവും വേണ്ടപ്പെട്ടതാണെങ്കിൽ, കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായിട്ടും കർത്താവ് ലോകത്തെങ്ങും പോയില്ലെങ്കിലും നമ്മെ തേടി വരും, നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് തുണ നിൽക്കുവാൻ, നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ, നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആ കർത്താവ് നമ്മുടെ കൂടെ നിശ്ചയമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. കർത്താവിനോട് പറ്റി നിന്നാൽ മാത്രം മതി. ഇപ്പം ചില കാര്യങ്ങൾക്ക് വിടുതൽ സംഭവിച്ചിട്ടില്ല എങ്കിലും, ചില കാര്യങ്ങളിൽ ഇപ്പോഴും വിഷമത്തോടു കൂടി ഇരിക്കുന്നെങ്കിലും, ചില കാര്യങ്ങളിൽ ദുഃഖത്തിലും നിരാശയിലും നഷ്ടത്തിലും ഇരിക്കുന്നെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നിൻ്റെ ഭവനത്തെ കണ്ടിട്ടുണ്ട്. ആ ദേശത്ത് വേറെ എങ്ങും കർത്താവ് പോയില്ലെങ്കിലും അവൻ കർത്താവിനോട് പാദപീഠത്തിലിരിക്കുന്ന, ദൈവപാദപീഠത്തിലിരിക്കുന്ന, കർത്താവിനോട് പറ്റിയിരിക്കുന്ന, കർത്താവിനെ അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ആരുണ്ട് എന്ന് കർത്താവ് നോക്കുമ്പോൾ നിൻ്റെ ഭവനത്തിലാണ് പ്രാർത്ഥനയും ആരാധനയും ദൈവത്തോടുള്ള സ്തുതിയും കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവ് ആ ഭവനത്തിൽ വരും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു ഫംഗ്ഷനുണ്ട്, അതിനായി കടന്നു പോവുകയാണ്. ഞാൻ ഈ പ്രെമിസസൊക്കെ ഒന്ന് കാണിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതിൻ്റെ പ്രെമിസസ്സാണ് ഞങ്ങളുടെ വീടിൻ്റെ. എൻ്റെ സിസ്റ്ററുടെ വീടാണ്.
ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും പ്രാർത്ഥനയിൽ നമുക്ക് അന്യോന്യം പോരാടാം, പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞതുപോലെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും നമുക്ക് ചില വിടുതലുകൾ സംഭവിക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ മടുത്തു പോകും. പക്ഷേ കർത്താവ് ഈ ദിവസവും പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഷോർട്ട് ലൈവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.